നമസ്കാരം. മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ അതിപ്രസിദ്ധമായ കവിതയാണ് ചന്ദനക്കട്ടിൽ. ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് വെളിച്ചം വീശുന്ന ഈ കവിത കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുന്നു. ചന്ദനക്കട്ടിൽ. വേമ്പല നാട്ടിലെ തമ്പുരാന്റെ തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം. വേമ്പല നാട്ടിലെ തമ്പുരാനെ തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം. കട്ടിൽ കടയുവാനായി കിഴക്കൻ കാട്ടിലെ ചന്ദനം തന്നെ വേണം. കട്ടിൽ കടയുവാനായി കിഴക്കൻ കാട്ടിലെ ചന്ദനം തന്നെ വേണം. വേമ്പലനാട് ഇന്നത്തെ കോട്ടയം. പണ്ട് കഥകളിൽ കട്ടിലിൽ കിടക്കാനുള്ള സൗഭാഗ്യം തമ്പുരാന്മാർക്കും തമ്പുരാട്ടിമാർക്കും മാത്രമേ ഉള്ളൂ എന്നതായിരുന്നു സത്യം. പൊതുജനങ്ങൾ നിലത്ത് പായിട്ട് കിടന്നുകൊള്ളണം. കട്ടിലിൽ കിടക്കാൻ വിധിക്കപ്പെട്ട തമ്പുരാട്ടിക്ക് കട്ടിലില്ലാഞ്ഞിട്ടല്ല, പുതിയ മട്ടിൽ ചന്ദനം കൊണ്ട് തന്നെ ഒന്ന് വേണം. ആനക്കൊമ്പാവണം മേല പിന്നെ ആനമുഖം വേണം കാലുകളിൽ. ആനക്കൊമ്പാവണം മേല പിന്നെ ആനമുഖം വേണം കാലുകളിൽ. തമ്പുരാട്ടിയുടെ മോഹം ആറഞ്ഞുടൻ തന്നെ തമ്പുരാൻ കൽപ്പനയായി. ആരവിടെ? മേനോക്കച്ചനോട് വരാൻ പറയൂ. മേനോക്കച്ചൻ എന്നാൽ കാര്യസ്ഥനാണ്. തമ്പുരാന്റെ കൽപ്പന കേട്ടുടൻ മേനോക്കച്ചനും മേനോന്മാരും തച്ചന്മാരും നായന്മാരും ഒരു വൻ പട തന്നെ വാക്കത്തിയും കോടാലും എടുത്ത് തമ്പുരാനെ ഉച്ചാനിച്ച് തൊഴുതിറങ്ങി. ചന്ദനവനം തേടി അലഞ്ഞ അവരുടെ മുന്നിൽ തമ്പുരാന്റെ രൂപഭംഗി തെളിയുകയാണ്. തഴമ്പു കൊണ്ട് കടഞ്ഞ പോലെ താവുമൊഴി പൂണ്ട തമ്പുരാട്ടി. തഴമ്പു കൊണ്ട് കടഞ്ഞ പോലെ താവുമൊഴി പൂണ്ട തമ്പുരാട്ടി. കാരികിലിന്റെ മണം പുരണ്ടും കണ്ണങ്കാലോളം ചൂരിണ്ടിരണ്ടും മുല്ലപ്പൂമാല ഉതിർത്തുമിന്നേ നല്ല മുടിയാർന്ന തമ്പുരാട്ടി. വേമ്പല നാട്ടിലെ തമ്പുരാട്ടി. കുറ്റിക്കാടുകളും തെങ്ങുകളും വയലുകളും താണ്ടി അവരുടെ അരുവിയുടെ തീരത്തെത്തി. ചന്ദനവരം തേടി അറിഞ്ഞ അവരുടെ ചെവി തമ്പുരാന്റെ കൽപ്പന മുഴങ്ങുകയാണ്. തണിപൂത്ത ചന്ദനം കൊണ്ടല്ലാതെ പടികടം ആരും വരേണ്ട നാളെ. തലയും ചൊറിഞ്ഞു തിരിച്ചു വന്നാൽ തലയോടു കൂടി വീടില്ലൊരാളെ. നടന്ന് നടന്ന് നേരം ഉച്ചയായി. വിശപ്പും ദാഹവും സഹിക്ക വയ്യാതായപ്പോൾ കയ്യെല്ലാതെ പൊതിച്ചോറുണ്ണുവാനായി അവരുടെ അരുവിയുടെ തീരത്തിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിൽ ഒരാൾ ചോദിച്ചു, ദേ അങ്ങോട്ടേക്ക് നോക്കൂ, എന്താണത്? അരുവിതൻ വക്കിൽ കുറച്ചകലത്ത് ഒരു മരം ചന്ദനം തന്നെയല്ലേ. പല മരം കണ്ട് തഴക്കമർന്നാൽ തലവനാശാരിതൻ ചെന്നു നേരെ. ഇടതു കൈ പത്തി വിലങ്ങനെ വെച്ച് ഇടയിൽ പൂരിച്ചു നോക്കി. ചന്ദനം തന്നെ. ഇത് കേട്ട പാതി അവർ അരുവിയിലെ കൈ കഴുകി ആ ചന്ദനമരത്തിന് നേരെ കുതിച്ചു. ഒരാൾ ഒരു ചെറു ജില്ല കൊത്തിയെടുത്ത് മണത്തു നോക്കി. ആഹാ, ചന്ദനത്തിന്റെ നണുത്ത ഗന്ധം. അവർ തോർത്ത് തലയിൽ കെട്ടി വാക്കത്തെയും കോടാലും എടുത്ത് ആ ചന്ദനമരത്തിന് നേരെ ആന്ന് വീശിയപ്പോൾ ഒരു ശബ്ദം, ഒരു കരച്ചിൽ. വെട്ടല്ലേ കൊത്തല്ലേ നായന്മാരെ, വെട്ടല്ലേ കൊത്തല്ലേ തച്ചന്മാരെ, വെട്ടല്ലേ കൊത്തല്ലേ നായന്മാരെ, വെട്ടല്ലേ കൊത്തല്ലേ തച്ചന്മാരെ. പിന്നെ കോടാലികൾ പൊങ്ങിയില്ല. അവർ നിന്നിടത്ത് നിന്ന് പരസ്പരം നോക്കി. ആരുടെ
എവിടുന്നാണ് ശബ്ദം? എവിടുന്നാണ് ഈ ശബ്ദം? ഇതുപോലെ വനദേവതയും മറ്റുമാണോ, അല്ലെങ്കിൽ യക്ഷിയും മറ്റുമാണോ? വരൂ, നമ്മൾക്ക് തിരിച്ചു പോകാം. ചന്ദനമരമില്ലാതെ എങ്ങനെ തിരിച്ചു പോകും? തമ്പുരാൻ കൽപ്പിച്ച കൽപ്പനയോ മുന്നിലേക്കൊന്ന് മേടിച്ചു നോക്കി. ഇരുമുള്ളു പോരാ, ചടച്ചി പോരാ, തിരുമേനി കൽപ്പിച്ചിരിക്കയല്ലേ. തടയൂടാതെ അങ്ങോട്ട് ചെന്നു പോയാൽ തടയും കലയും തിരിയുമല്ലോ. നന്ദി, നമസ്കാരം.